അയ്യോ, ഞാനറിയാതെ എന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞില്ല കേട്ടോ, എനിക്ക് കരച്ചിൽ വരുന്നു. പടം കാണുന്ന പ്രേക്ഷകനെ കൊണ്ട് അവന്റെ അപ്പന്റെ 4 തലമുറയ്ക്ക് വിളിപ്പിക്കുന്ന അപരാധങ്ങളുടെ കാട്ടപരാധം പണിയിടുന്ന ബോളിവുഡിലെ അടുത്ത റീമേക്കാണ് ദ ഭൂത്നി, അതായത് ഭൂതത്തിന്റെ പറി. പടത്തിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് സെന്റ് വിൻസെന്റ് എന്നറിയപ്പെടുന്ന പുണ്യപുരാതനമായിട്ടുള്ള ഒരു കോളേജാണ്. ക്യാമ്പസിന്റെ ഒത്ത നടക്കായിട്ട് തന്നെ പണ്ടെപ്പോഴോ വർഷങ്ങൾക്ക് മുന്നേ ഏതൊരുത്തിന് അവരാഴ്ച നട്ടിട്ട് പോയ ഒരു ആൽമരമുണ്ട്. വിർജിൻ ട്രീ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആൽമരം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു കുറച്ച വിശ്വാസമുണ്ട്. അതായത് എല്ലാ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ അല്ലെങ്കിൽ ചെക്കന്റെ പേര് മനസ്സിലൊന്ന് അവരാഴ്ച ശേഷം അതിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂത്രേ. അതിന്റെ ബേസിസിൽ 2-3 ദിവസം മുന്നേ അവിടെ പൂജയൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം നട്ടപ്പാതിര സമയത്താണ് കഥയിലൊരു കൊച്ചുണ്ണയെ കാണിക്കുന്നത്. ചന്ദ്രു എന്നാണ് അവന്റെ പേര്. ലെവനാണെങ്കിൽ റീസെന്റ് ആയിട്ട് ഒരു തേപ്പ് കിട്ടിയിട്ട് ആകെ അടിച്ച് പൂസായിട്ട് നട്ടപ്പാതിര കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൽമരത്തിന്റെ കീഴിൽ നിന്നിട്ട് ആറഞ്ചം പുറഞ്ഞ തെറി. ഇവന്റെ കഥനകഥ കേട്ട് കഴിഞ്ഞപ്പോ ആൽമരത്തിന്റെ മനസ്സാണെങ്കിൽ അങ്ങ് വിങ്ങി. അപ്പൊ തന്നെ ആൽമരം എന്ത് ചെയ്തു, കാലിനിടുന്ന സ്വയമേ 2ആയിട്ട് അങ്ങ് പിളർന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആൽമരക്കന്നിക്ക് പുറത്തേക്ക് വന്നു. അവള് പുറത്തെത്തിട്ട് അവന്റെ അടുത്ത് പറഞ്ഞു, എടാ കൊച്ചുകുണ്ണെ, എന്തിനാ നീ വിഷമിക്കുന്നേ, നിനക്ക് ഞാനില്ലടാ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോ കുണ്ടി തിരികെ അവൻ ഉറക്കെഴുന്നേറ്റു. കാര്യം തലേ ദിവസം ഇവന്റെ തേപ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതാണെങ്കിൽ ഇവന്റെ ലിസ്റ്റിലെ ഒരു പെണ്ണ് മാത്രമായിരുന്നു. ഇവന് വേറെ കണക്ഷൻ ഉണ്ട്. അവന് കൂട്ടുകാരായിട്ട് 2 പേര് അവന്റെ മുറിയിലുണ്ട്. ലവന്മാരുടെ പേരാണെങ്കിൽ മിയനും പിന്നെ ഒരു ഗലീഫെ. ഈ പേര് കണ്ടുപിടിക്കാനായിട്ട് കഥ എഴുതിയാൽ ഒത്തിരി കഷ്ടപ്പെട്ടു തോന്നുന്നു. ഒരുത്തി ഇട്ടിച്ചു പോയെങ്കിലും നമ്മുടെ കഥാനായകൻ കൊച്ചുകുണ്ണിയാണെങ്കിൽ മറ്റൊരുത്തിയായിട്ട് അവിടെ കോളേജിൽ അങ്ങ് അടിച്ചു നിർത്തിയാണ്. അങ്ങനെ ഇവിടെ വെച്ച് കഥയിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുക. അതായത് ആ കോളേജിൽ ഒത്തിരി പിള്ളേർ ആത്മഹത്യ ചെയ്യുക. അങ്ങനെ മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങുക. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഒരു കാരണം അവർ കണ്ടെത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് ആ ക്യാമ്പസിന് നടക്ക് നിൽക്കുന്ന ആൽമരം ഉണ്ടല്ലോ, ആ സാമാനം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ കാരണം. അത്രയും അന്വേഷിച്ച ഒരു ഡീറ്റെയിൽ ആയിട്ട് കണ്ടെത്തില്ലേ, അതിനകത്ത് കൂടിയിരിക്കുന്ന പ്രേതമാണ് എല്ലാത്തിനും കാരണം. സോ അതിനെ ഒഴിപ്പിക്കണമല്ലോ. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരാളെ കണ്ടെത്തും. അതാണ് ഗോസ്റ്റ് ഹണ്ടർ ആയിട്ടുള്ള നമ്മുടെ സഞ്ജുബായി. ഇനി അങ്ങേർക്കൊരു ഇന്റർ തൊലിക്കണമല്ലോ, അതാണല്ലോ നടപ്പ് രീതി. വലിയൊരു കറുത്ത ഗൗണൊക്കെ ഇട്ടിട്ട് പുള്ളി നട്ടപ്പാരിക്ക് കോളേജിലേക്ക് എഴുന്നള്ളും. മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് പുള്ളി പ്രയത്നെ പണി വിടുന്നത്. മാത്രമല്ല ഓരോ പ്രയത്നം ഓരോ ക്യാരക്ടർ ആണല്ലോ, അതുകൊണ്ട് ഓരോ പ്രയത്നം സെപ്പറേറ്റ് വെപ്പൺസും പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്യൂംസും പുള്ളി തൊലിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴപ്പ്. തുള്ളി തുള്ളി പുള്ളി ആൽമരത്തിനടുത്ത് എഴുന്നള്ളും. പുള്ളി കുളിക്ക് പുള്ളി എത്തി പറഞ്ഞ ആൽമരം എന്ത് ചെയ്തു, അതിന്റെ ഉള്ളിൽ നിന്ന് കുറെ സോംബി പോലത്തെ പ്രേതങ്ങൾ അഴിച്ചു വിട്ടു. സോ നമ്മുടെ അണ്ണൻ പണ്ണൽ തുടങ്ങി. നാക്ക് നീട്ടി തൊലിച്ചുകൊണ്ടുവന്ന സോംബികളെ പുള്ളി എന്ത് ചെയ്തു, കയ്യിലുണ്ടായ ഒരു ഇരുമ്പ് കട്ട വെച്ചിട്ട് ഇടിച്ചു വന്നു. ജെട്ടിക്കുള്ളിൽ നിന്ന് ഇരുമ്പ് ചങ്ങല പോലത്തെ ഒരു സാധനം വലിച്ചെടുത്തിട്ട് പുള്ളി അങ്ങ് വീശി എറിയുന്നുണ്ട്. അതിലും ചാവും 4 കുടച്ച പ്രേതങ്ങൾ. അവന്മാരുടെ ശല്യം കഴിഞ്ഞപ്പോൾ ആൽമരം എന്ത് ചെയ്തു, അടുത്ത കാറ്റഗറി പ്രേതങ്ങളെ പുറത്തേക്ക് വിട്ടു. ഹിമാലയത്തിലെ മഞ്ഞുമലയെന്ന ഒരാഴ്ച കുറെ കുണച്ചു കൂട്ടിയ പ്രേതങ്ങൾ. യവറ്റകളെ വന്നപ്പോൾ സഞ്ജോൺ എന്ത് ചെയ്തു, നീല ലൈറ്റ് കത്തുന്ന ഒരു കമ്പിപ്പാരെടുത്തിട്ട് ഓക്കെ തന്നെ കുണ്ടിലാ കുത്തി വിടും. ചാമ്പോട് ചാമ്പൽ. ലെവറ്റുകളുടെ പേരാണ് ഫ്രോസൺ വാമ്പേഴ്സ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തുറഞ്ഞ മയിലുകൾ. ഇതിനിടെ കൂടെ നല്ല ഊമ്പി കുത്തിയൊരു ബീജം കൊണ്ട് കേട്ടോ. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തിന്റെ തലയോട്ടിക്ക് എടുത്തിട്ട് സഞ്ജുബാബു എന്ത് ചെയ്യും, സിഗരറ്റ് കത്തിക്കും. പറിയുടെ പറി, ഭൂലോക പറി. ആൺപ്രേതങ്ങൾ വരുമ്പോൾ മാത്രമുണ്ടോ അണനി വയലൻസ് ഉള്ളൂ. പെണ്ണാണ് പ്രേതങ്ങി, അണന് വേറൊരു ശൈലിയുണ്ട്. ഒക്കെത്തിനെയും പിടിച്ചിട്ട് വശീകരിച്ച് ഉമ്മശ കൊല്ലുള്ളൂ. കാമവറി മൂത്തം മൊരട്ടുകുണ്ണ. അതിനിടയ്ക്കൂടെ തെക്കുന്നും വടക്കുന്നും പണ്ടാടങ്ങിയ വേറെ കുറെ പ്രേതങ്ങൾ. അവറ്റുകൾ പറന്നുണ്ടോ വരുന്നേ. അവറ്റുകളെയും പുള്ളി തുരിതരാ വെടി വെച്ച് പറപ്പിച്ചു വിടും. ഇതിനിടയ്ക്കൂടെ വാണൊക്കെ പോയിട്ട് മുകളിൽ പോയി പൊട്ടണിട്ടോ. അങ്ങനെ വെടിയും പോകാൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അന്നാണെങ്കിൽ നമ്മുടെ കഥാനായകന്റെ തേക്കാതെ പോയ കാമുകിയുണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ അന്ന്. അങ്ങനെ അന്ന് രാത്രി ടോർച്ചൊക്കെ മുഖത്തേക്ക് അടിച്ചിട്ട് പുള്ളി ഫൺ ആഘോഷിക്കുക കാമുകിയത്ത്. അതായത് ടോർച്ച് അടിച്ചിട്ട് ഇവന്റെ മുഖത്തേക്ക് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ മുഖത്തേക്ക് കാണിക്കും. അങ്ങനെ മാറി മാറി അവൻ കുഞ്ഞോട്ടം കളിച്ചോണ്ടിരിക്കുക. ലൈറ്റ് മുഖത്തേക്ക് അടിച്ചപ്പോൾ പറയുന്നുണ്ട്, എടാ കൊച്ചുണ്ണേ, അതൊക്കെ മാറ്റിപ്പിടിയാ. മോളെ ഇതൊരു ഫണ്ണല്ലേ. ഫണ്ണല്ല കുണ്ണ. കുറെ പറഞ്ഞിട്ട് അവൻ കേൾക്കണ്ടേ കഴിഞ്ഞപ്പോ അവൾക്ക് കലിയേറും. അവളുടെ എക്സാക്ട് രൂപം പുറത്തു കാണിക്കും. അണ്ണാക്കിലേക്ക് തീക്കണ്ട ഒഴിഞ്ഞൊരു കൊലം. ഇത് കണ്ടിട്ട് അവനാണെങ്കിൽ ഞെട്ടിപ്പോയി. അതായത് പ്രേതങ്ങൾക്ക് വെളിച്ചം പറ്റില്ലല്ലോ. എന്നാൽ ഇതേ സമയത്ത് അവിടെ മറ്റൊരാൾ ഒളിഞ്ഞോട്ടുണ്ടായിരുന്നു. ആരാ, നമ്മുടെ സഞ്ജുബായി. പ്രേതത്തിന്റെ സമീപം മനസ്സിലായ സഞ്ജോണ്ണം തീയും ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ മര്യാദയ്ക്കൊരു ഡോർ ഉണ്ട്. പുള്ളി അത് തുറക്കൂല. കയ്യിലുണ്ടായ ഒരു ബെന്റന്റെ വാച്ച് ഉണ്ട്. ഈ സാധനം ഓണാക്കിയിട്ട് ചുമരും അള്ളി പിടിച്ചങ്ങോട്ട് കയറും. കയറുന്നതിനിടയ്ക്ക് കൊത വരെയെങ്കിലും പുള്ളി അത് കാര്യമാക്കൂല. മിഷൻ ഈസ് ഇമ്പോർട്ടന്റ് റൈറ്റ്. അങ്ങനെ അകത്തിട്ട് പുള്ളി കയ്യിലുണ്ടായ തോക്ക് വെച്ചിട്ട് അതിനെ വെടിവെച്ചിടും. ആവിയായി പോയ പ്രേതം തെക്കുന്ന് പ്രത്യക്ഷപ്പെട്ടു, ഒരു മിന്നാമിനുങ്ങൊക്കെ പോലെ. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെക്കനെ അവള് പണിവിടും എന്ന് മനസ്സിലാക്കിയ സഞ്ജുബായി എന്ത് ചെയ്യും, ലെവൻ എടുത്തുകൊണ്ട് ജീപ്പിലങ്ങ് പായും. എന്നെ പേടിച്ച് പോവാണോ കൊച്ചുകുണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് പ്രേതമാണെങ്കിൽ ജീപ്പിന്റെ മുകളിൽ കുണ്ടി കുത്തിരുന്നിട്ട് താഴേക്ക് നോക്കി കൊക്കിരി കാണിക്കും. അങ്ങനെ ഇപ്പൊ നീ ഊമ്പണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യും, ചെക്കൻ എടുത്തിട്ട് നേരെ വീണ്ടും കോളേജിലേക്ക് കൊണ്ടുപോകും. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം നടക്കുന്നതിനിടയ്ക്ക് അവിടെ ബാൽക്കണിയിൽ പ്രേതം ഇരിക്കായിരുന്നു. അതിനിടയ്ക്ക് ഏതൊരുത്തം വന്നിട്ട് അതിനെ മടിയിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ശരിക്കും പ്രേതം വേഷം മാറി വന്നായിരുന്നു. അതായത് ഇവന് ആദ്യം തേപ്പ് കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ, കരഞ്ഞ് മെഴുകുന്ന കണ്ടിട്ട് ആൽമരം എന്ത് ചെയ്താണ്, ഇവന്റെ പ്രണയവും കഴപ്പം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ഒരു പെൺവേഷത്തിൽ വന്നായിരുന്നു. താനും കൂടി ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ കൊച്ചുകൊണ്ട് വിഷമിക്കും എന്ന് ഓർത്ത പ്രേതം എന്ത് ചെയ്യും, ലെവൻ എടുത്ത് നേരെ ആകാശത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു മേഘം ഉണ്ടായിരുന്നു, അതിനെ മുകളിൽ ഇരുത്തിയിട്ട് പ്രണയിക്കും. ഈ ഒരു അവസരത്തിൽ ഞാൻ ചോദിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോലും ഇത്രയും തൊലിഞ്ഞൊരു കഥ എങ്ങനെയാണ് ഇതൊക്കെ എടുത്തൊരു മൂവി ആക്കാൻ തോന്നുന്നത്? ചാന്തനു എന്നാണ് കഥാനായകന്റെ പേര് കേട്ടോ. शांतनु तुम्हारे हॉबीज क्या क्या है?
ചാന്തുനല്ലടി ചാന്തുന്റെ ചന്തി. ഇവളാരാന്ന് പറഞ്ഞപ്പം ലെവനാണെങ്കിൽ ഒടുക്കത്തെ പേടി. ഇപ്പൊ ഇതിനിടയ്ക്കുള്ള സൈഡിൽ കൂടെ വിമാനമൊക്കെ പോകുന്നുട്ടോ. അങ്ങനെ സംസാരിച്ച് ഇവളുള്ള ഫ്ലാഷ് ബാക്ക് പറയും. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഇവള് ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവൾക്ക് ഒരു റിലേഷൻഷിപ്പ് ആവുകയും അവനാണെങ്കിൽ ഇവിടെ നൈസായിട്ട് തേക്കും. എന്നാൽ അവിടെ കൊണ്ട് നിന്നില്ല. യവന് ദേഷ്യം കയറിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, അവിടെ നടുക്കുന്ന ആൽമരം ഉണ്ടല്ലോ അതും കെട്ടിത്തൂക്കി കൊല്ലും. ഇവള് മരിക്കുമെങ്കിലും പിന്നീട് പ്രേതമായിട്ട് പുനർജനിക്കും. ഒരു ഊമ്പി തെളിഞ്ഞ പ്രണയമായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നു മനസ്സിലാക്കി അവൾ എന്ത് ചെയ്യും, അന്ന് മുതൽ ഒരു പരിപാടി തുടങ്ങും. വാലന്റൈൻസ് ഡേക്ക് അന്ന് ആർക്കൊക്കെ ഇഷ്ടം തോന്നുന്നോ അന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സഫലമാകും. അങ്ങനെ അവർ പ്രണയത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവളെന്ത് ചെയ്യും, അവരെ കൊല്ലും. എന്താ കുഴപ്പമില്ലേ? സഞ്ജുവിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കൊണച്ചു കുത്തിയ പ്രയത്തിനെ നാളെ വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വെപ്പൺസ് ഒന്നും വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, നാട്ടിൽ ആർക്കും പ്രണയിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ ഭക്തിമാർഗ്ഗം ഒഴിപ്പിക്കാൻ നോക്കുക. അതിന്റെ ഭാഗമായിട്ട് നട്ടപ്പാതിരായി കഴിഞ്ഞപ്പോൾ ഇവന്റെ ഗ്യാങ് വന്നിട്ട് ആ മരത്തിന് ചുറ്റും കുറെ LED ലൈറ്റ് പിടിപ്പിക്കും. ഹോളിവുഡിലെ ബ്ലേഡ് എന്ന പടത്തിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയില്ലാട്ടോ. അതുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത ഒരു ഗൗണും ലെവന്റെ കയ്യിലിരിക്കുന്ന ബ്ലേഡുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത വെപ്പൺ എടുത്തുകൊണ്ട് സഞ്ജുബായി ഇറങ്ങും. എന്ന അണ്ണം വന്നപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി. ലെവന്റെ ഗ്യാങ്ങിലുണ്ടായ മറ്റു പിള്ളേരൊക്കെ ആ പ്രേതം ചെയ്യും, കാലെ വരെ നിലത്തിരിച്ചിട്ട് അവിടെ കെട്ടിത്തൂക്കിയിടും. എന്റെ പിള്ളേരെ തൊടുന്നോടി എന്നും പറഞ്ഞുകൊണ്ട് അണ്ണം ബ്ലേഡ് എടുത്ത് കുണ്ടിയാട്ടി ഓടി വന്നിട്ട് ആ മരത്തിന്റെ വേരൊക്കെ ആറഞ്ചം പറഞ്ഞ് വെട്ടിയ ഒരു ഡയലോഗും, വേരില്ലാതെ നീ ഇങ്ങനെ വളരും മലര്. കുറച്ച് മുന്നേ തന്നെ അണ്ണ സെറ്റ് വെച്ച കുറച്ച് ബോംബൊക്കെ ഉണ്ടായിരുന്നു, കളർ ബോംബ്. ഒരു സ്വിച്ച് വെക്കുമ്പോ അത് ചുറ്റിക്കിടന്ന് പൊട്ടും. ഇതുകൊണ്ട് പ്രേതങ്ങൾ പേടിച്ചു പോകും. അലമുറ ഇടാൻ തുടങ്ങും പ്രേതം. പ്രേതത്തിന്റെ കരച്ചിലിടെ ഇപ്പൊ സഞ്ജുബായിക്ക് കരച്ചിൽ വന്നു. ഇവിടെ വെച്ചാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു മാരക ട്വിസ്റ്റ്. അതായത് കുറച്ച് മുന്നേ പ്രേതം ഫ്ലാഷ് ബാക്ക് പറഞ്ഞില്ലേ, അതായത് വേറൊരുത്തനായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് ഇവളറിയാതെ ഇവളെ വൺ സൈഡ് പ്രണയിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അതായിരുന്നു അത്രയും നമ്മുടെ സഞ്ജുബായി. മൂത്ത് തന്തയായിട്ട് അങ്ങനെ കാമവറി മാറിയിട്ടില്ല. യജ്ജാതി കാട്ടുഫുണ്ട. സഞ്ജുബായുടെ ഫ്ലാഷ് ബാക്ക് കിട്ടിയപ്പോ പ്രേതത്തിനാണെങ്കിൽ മനസ്സിലഞ്ഞു. അയ്യോ, ഞാൻ അറിയാതെ എന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു, അറിഞ്ഞില്ല കേട്ടോ, എനിക്ക് കരച്ചില് വരുന്നു. ഈ കാര്യം പറഞ്ഞ പ്രേതത്തിന് ഇമോഷണലി വീക്ക് ആക്കിയിട്ട് പുള്ളി എന്ത് ചെയ്യും, ഇങ്ങോട്ട് ബാമുകളെ ഒന്ന് കെട്ടിപ്പിടിക്കാന്ന് പറയും. ലെവള് കൈ വീശിയും മേത്ത കല്ലും കത്തിച്ച് ഇവന്റെ അടുത്തേക്ക് ഓടിയെത്തും. ഹഗ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം സഞ്ജുബായി ചെയ്യും. കയ്യിൽ നിന്നൊരു ഷോലെടുത്തിട്ട് അവളെ കുത്തും. കുത്തേറ്റതും അവൾ തൊലിക്കും. എന്നിട്ട് ഓൾറെഡി ചത്തപ്രേതം വീണ്ടും ചാവും. സഞ്ജുബായിക്കാണെങ്കിൽ അവന്റെ മുതുകഴപ്പ് മാറി. പുള്ളി ഒന്ന് നെടുവേർപ്പിടും. അങ്ങനെ ആ രാത്രി കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം പതിവ് പോലെ രാവിലെ പ്രേതമെല്ലാം പോയതോടുകൂടി തന്നെ അവിടുത്തെ പിള്ളേരെല്ലാം വളരെ ഹാപ്പി ആയിട്ട് അവിടെ പഠിച്ചിറങ്ങും. ആഹാ, എന്താ എൻഡിങ്, യജ്ജാതി കാട്ടവരാത പറി.